ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും ഈസി ബി അക്കാഡമിയുടെ വീക്ക്ലി കണ്ടന്റ് സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളാകെ സുഖം വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വീക്ക്ലി കണ്ടന്റ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കണ്ടന്റ് ഇങ്ങനെ പോകുന്നതാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീക്ക്ലി കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ ക്ലാസ് കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സ്പൈസ് ബോർഡ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭ അംഗം ആരായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലേ. എന്താണ് സ്പൈസ് ബോർഡിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭ അംഗം ആരാണ് എന്നുള്ളതാണ്. ആണല്ലോ, ആരാണത്? സി സദാനന്ദനാണ് അല്ലേ. ആരാണത്? സി സദാനന്ദനാണ് സ്പൈസ് ബോർഡിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭ അംഗം എന്ന് പറയുന്നത് അല്ലെ. സ്പൈസ് ബോർഡിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭ അംഗം ആരാണത്? സി സദാനന്ദനാണ്. ആണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റ് രണ്ട് പോയിന്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നത്? ഓക്കെ, കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള ലഹർ സിംഗ് സിരോയാണ് കോഫി ബോർഡ് ചെയർമാൻ എന്നുള്ളതായിരുന്നു അല്ലെ. അല്ലെ, കോഫി ബോർഡ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കർണാടകയിൽ നിന്നുള്ള അല്ലെ. ആരാണത്? ലഹർ അല്ലെ. ലഹർ സിംഗ് സരോവയാണ്. ലഹർ സിംഗ് സരോവയാണെന്നുള്ളതാണ് അല്ലേ. ലഹർ സിംഗ് സരോവയാണ് എന്നുള്ളതാണ്. അപ്പം സ്പൈസ് ബോർഡിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗം എന്ന് പറയുന്നത് മലയാളിയായിട്ടുണ്ടായിരുന്ന സി സദാനന്ദനാണെങ്കിൽ കോഫി ബോർഡിന്റെ ആരാണ്? നിങ്ങൾക്കറിയാം, കോഫി ഏറ്റവും കൂടുതൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. അപ്പൊ അങ്ങനെ ചോർത്തിരിക്കാൻ കർണാടകയിലെ കോഫി ബോർഡിന്റെ ചെയർമാനായിട്ട് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണത്? ലഹർ സിംഗ് സരോവയാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? രാജ്യത്ത് ഈ വാഹന ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി ഏതാണ് എന്നുള്ളതായിരുന്നു അല്ലെ. രാജ്യത്ത് ഈ വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ അല്ലെ ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണത്? PME ഡ്രൈവ് എന്നുള്ളതാണ് അല്ലെ. PME ഡ്രൈവ് എന്നുള്ളതാണ്. PME ഡ്രൈവ് അല്ലെ. PME ഡ്രൈവ്. അപ്പൊ PME ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്ത് ഈ വാഹന ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതിയാണെന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? കുറച്ച് ഫണ്ട് എന്ത് ചെയ്യും? സെൻട്രൽ സ്റ്റേറ്റിനായിട്ട് നൽകും ആണല്ലോ. ഈ പറയുന്ന സ്റ്റേറ്റ് ഫണ്ട് പ്രധാനമായിട്ടും പോകുന്നത് KSEBയിലേക്കായിരിക്കും. KSEB എന്ത് ചെയ്യും? പ്രധാനമായിട്ടും സർക്കാർ സ്ഥാപനങ്ങളുണ്ടല്ലോ, സർക്കാർ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ചാർജിങ് സ്റ്റേഷനുകൾ എന്ത് ചെയ്യും? സ്ഥാപിക്കും. ഈ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ മുന്നിലായിട്ട് എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന റവന്യൂവിൻ്റെ ഒരു കുറച്ച് ഭാഗം ഭൂമിയിലാണ് ചാർജിങ് സ്റ്റേഷൻ നിൽക്കുന്നത്, കുറച്ച് ഭാഗം ICND അവരിലേക്ക് പോകും എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ട്രക്ക് അല്ലേ. ഈ ട്രക്കിന് എന്ത് ചെയ്യുന്നുണ്ട്? തുടക്കം കുറിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ ട്രക്ക് സംവിധാനങ്ങൾ പ്രധാനമായിട്ടും ഡീസൽ എഞ്ചിനിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വരും? ഇലക്ട്രിക് വാഹനങ്ങൾ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് യാത്രാമധ്യേ എന്തെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക് ട്രക്കുകളുടെ സഹായത്തോടു കൂടി തന്നെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ എന്ത് ചെയ്യും? അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്ത് ഈ വാഹന ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? PME ഡ്രൈവ് എന്നുള്ളതാണ് അല്ലേ. എന്താണ് PME ഡ്രൈവ് എന്നുള്ളതാണ്? നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ പദ്ധതികളിലും പറഞ്ഞ PM എന്നുള്ള പേര് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്? ചേർക്കാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. പ്രധാനമന്ത്രിയുടെ ഈ പറയുന്ന PM അല്ലേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക PM. അതേപോലെ ഈ ഡ്രൈവ് അല്ലേ, ഇലക്ട്രോണിക് വാഹനങ്ങൾ കാണാൻ എന്ത് ചെയ്യുന്നത്? ഇത് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഈ ഡ്രൈവ് എന്ന് ഓർത്തിരിക്കുക അല്ലേ. ഇലക്ട്രോണിക് വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്നു, ഈ ഡ്രൈവ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക. PME ഡ്രൈവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ എന്ത് ചെയ്യും? കുറച്ച് പൈസ സ്റ്റേറ്റിന് കൊടുക്കും. സ്റ്റേറ്റ് അതിൻ്റെ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് KSEBയെ കൊണ്ട് എന്ത് ചെയ്യും? ചാർജിങ് സ്റ്റേഷനുകൾ അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. രാജ്യത്ത് ഈ വാഹന ചാർജിങ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി PME ഈ ഡ്രൈവ് എന്നുള്ളതാണ് അല്ലേ. അടുത്ത് നോക്കാം. ടൈം മാഗസിൻ്റെ CEO ആയിട്ട് 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് എന്നുള്ളതാണ് അല്ലേ. 2025
ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാഗസിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ വംശജൻ ആരാണെന്നുള്ളതാണ്. ആരാണത്? നീൽ മോഹനാണ് അല്ലേ, യൂട്യൂബിൻ്റെ അല്ലേ, നമ്മുടെ യൂട്യൂബിൻ്റെ ഒക്കെ CEO ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് പറയുന്ന നീൽ മോഹൻ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്, ആ ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ടൈം മാഗസിൻ്റെ CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത് ഇന്ത്യൻ വംശജനായിട്ടുണ്ടായിരുന്ന നീൽ മോഹനാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീൽ മോഹൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന മൈക്രോസോഫ്റ്റിലും അതേപോലെ തന്നെ ഗൂഗിളിലും അല്ലേ മറ്റൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആര് നീൽ മോഹൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന യൂട്യൂബിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് അല്ലേ നീൽ മോഹൻ എന്ന് പറയുന്നത്. അപ്പം ടൈം മാഗസിൻ്റെ CEO ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണത്? നീൽ മോഹനാണ്. യൂട്യൂബിൻ്റെ CEO ആണ് അദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ. തെറ്റാണല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത എന്താണ്? ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന ആരാണ് അല്ലേ? ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ആനന്ദ് അംബാനിയാണ് അല്ലേ. ആരാണത്? ആനന്ദ് അംബാനിയാണ് അല്ലേ. അംബാനിയുടെ മകനായിട്ടുണ്ടായിരുന്ന ആനന്ദ് അംബാനിക്കാണ് ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ അല്ലേ ആണ് ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ എന്താണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അല്ലേ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആനന്ദ് അംബാനിക്കാണെന്നുള്ളതാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തത്? വന്ദാര എന്ന് പറയുന്നു അല്ലേ, വന്ദാര എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഓൺഡ് പാർക്ക് ആർക്കുണ്ട് അല്ലേ. പറയുന്ന രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഓൺഡ് പാർക്കും കൂടിയാണ് വന്ദാര എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ജാംനഗറിലാണ് അല്ലേ. ഗുജറാത്തിലെ ജാംനഗറിലാണ് എന്ത് ചെയ്യുന്നത് വന്ദാര സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരുപാട് സ്പീഷീസിനെ എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊട്ടക്ട് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് ആനന്ദ് അംബാനിയെ ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് എന്ത് ചെയ്തത് അർഹനാക്കിയിട്ടുണ്ടായിരുന്നത്. 1877 സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പം ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആണല്ലോ. അവർ നൽകി വരുന്ന ഒരു അവാർഡും കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറയുന്നത്, പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അല്ലേ, അതേപോലെ ഇത് ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനുമാണ് അല്ലേ. ഏഷ്യക്കാരനുമാണ് ആരെന്ന് പറയുന്നത് ആനന്ദ് അംബാനി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ആനന്ദ് അംബാനിയാണ് അല്ലേ. ഈ അവാർഡ് നൽകി വരുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ വന സംരക്ഷണവും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്കാണ് കൊടുത്തു വരുന്നത് അല്ലേ. അപ്പോൾ നൽകി വരുന്നത് ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയാണ്. അവാർഡിൻ്റെ പേര് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്നുള്ളതാണ്. 1877 മുതൽ കൊടുത്തു വരുന്നുണ്ട്. എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് അംബാനിയുടെ വന്ദാര എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഓൺഡ് പാർക്കിനകത്ത് അദ്ദേഹം നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് അല്ലേ. അതേപോലെ തന്നെ ഈ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അല്ലേ, ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായുള്ള വ്യക്തിയും കൂടിയാണ് ആര് ആനന്ദ് അംബാനി എന്ന് പറയുന്നത് അല്ലേ. സെറ്റാണല്ലോ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് അല്ലേ. കേരളത്തിലെ തന്നെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. എവിടെയാണ്? CMS കോളേജിലാണ് അല്ലേ. ഇതാണ് CMS കോളേജ്, കോട്ടയത്തെ CMS കോളേജിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ എവിടെയാണത്? CMS കോളേജിലാണ്, കോട്ടയത്തിലെ CMS കോളേജിലാണ്. അപ്പോൾ നമുക്കറിയാം CMS കോളേജ് പറഞ്ഞാൽ ഈ പറയുന്ന കേരളത്തിൽ തന്നെ ഫസ്റ്റ് കോളേജാണ് എന്നു പറയുന്നത് CMS കോളേജ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൂടെ എവിടെയാണ്? അത് ഈ പറയുന്ന CMS കോളേജിൽ തന്നെയാണ് അല്ലേ. അറിയാം ഇതൊരു സൊസൈറ്റി ഉണ്ടായിരുന്ന ഒരു കോളേജാണ്. കാരണം ഈ പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കോളേജാണ് അല്ലേ.
പ്രധാനമായിട്ടും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സൊസൈറ്റികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നറിയപ്പെടുന്ന LMS-ഉം മറ്റൊന്ന് CMS എന്നറിയപ്പെടുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയും. അല്ലെ, ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റി എന്നറിയപ്പെടുന്ന രണ്ട് സൊസൈറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി കാണാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ട് ഈ പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് എന്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന കോട്ടയത്തെ CMS കോളേജ് എന്ത് ചെയ്യുന്നത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. CMS കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്, കോട്ടയത്തെ എവിടെയാണത് CMS കോളേജിലാണ്. അല്ലെ, പറഞ്ഞു CMS കോളേജിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ പ്രിന്റിംഗ് പ്രസ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ കേരളത്തില് ഒരു കോളേജ് ആദ്യമായിട്ട് വരുന്നത്, അല്ലെ, കോളത്തിൽ തന്നെ ആദ്യം ഒരു കോളേജ് വരുന്നത് എവിടെയാണത്, ഈ പറയുന്ന കോട്ടയത്തെ CMS കോളേജ് ആണെന്നുള്ളതാണ്. അല്ലെ, വളരെ പൗരാണികമായിട്ടുള്ള കോളേജാണ്. അല്ലെ, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കാലമൊക്കെ ഒരുപാട് പഴയതാണെന്ന് പറയുന്നത് CMS കോളേജ് എന്ന് പറയുന്നത് ആണല്ലോ. അല്ലെ, ഒരു 18th സെഞ്ച്വറിയിൽ സംതിങ് ആണ് ഒരു വരുന്നതെങ്കിൽ പോലും അത് അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു കോളേജ് കൂടിയാണ് CMS കോളേജ് ആണല്ലോ. അടുത്ത ചോദ്യത്തിലൂടെ വാ. അടുത്ത ചോദ്യം എന്താണ്, ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു. അല്ലെ, ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ്. അല്ലെ, ആരാണത്, ലൂക്കാസ് ഫിലിപ്പയാണ്. അല്ലെ, ലൂക്കാസ് ഫിലിപ്പയാണ്. അദ്ദേഹം ആരാണ്, നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. പറയുന്ന ഫ്രാൻസ് പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയാണ് പറയുന്നത് ലൂക്കാസ് ഫിലിപ്പി എന്ന് പറയുന്നത്. അല്ലെ, ലൂക്കാസ് ഫിലിപ്പി എന്ന് പറയുന്നത്. ഇന്റർപോൾ എന്ന് പറയുന്നത് 1923 സ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, സെക്കൻഡ് ഇന്റർനാഷണൽ പോലീസ് കോൺഗ്രസ്സിൽ എവിടെ, വിയന്നയിൽ. അല്ലെ, വിയന്നയിൽ ചേർന്നിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഇന്റർനാഷണൽ പോലീസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് 1923 എന്ത് സ്ഥാപിതമാകുന്നത്, ഇന്റർപോൾ എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ഫ്രാൻസിലെ ലിയോണിലാണ്. ഹെഡ് ക്വാർട്ടർ ഫ്രാൻസിലെ ലിയോണിലാണ്. ഓക്കെ, ലിയോണിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് മുമ്പ് ലൂക്കാസ് ഫിലിപ്പി ആവുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്ന ആരാണത്, അഹമ്മദ് നാസി അൽ റേസി എന്നറിയപ്പെടുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് തൊട്ട് മുമ്പ് ഇതിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ആണല്ലോ. അതേപോലെ തന്നെ ആദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് എന്തായിട്ടാണ്, ഇന്റർനാഷണൽ ക്രൈം പോലീസ് കമ്മീഷൻ എന്നുള്ളതാണ്. അല്ലേ, അതാണ് എന്തായിട്ട് മാറി, പിന്നെ ഇന്റർപോളായിട്ട് മാറുകയായിരുന്നു ആണല്ലോ. ഇന്റർപോളുമായിട്ട് സഹകരിച്ച് ഇന്ത്യയെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേരെന്തായിരുന്നു, ഭാരത് പോൾ എന്നുള്ളതാണ്. അല്ലെ, പറയുന്ന ഇന്റർപോളുമായിട്ട് സഹകരിച്ച് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരെന്തായിരുന്നു, ഭാരത് പോൾ എന്നുള്ളതാണ്. ഭാരത് പോൾ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്ത് പറ്റും പോലീസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർപോളുമായിട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്റർപോളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചത് CBI ആണ്. അല്ലെ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറിയപ്പെടുന്നത് CBI ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്റർപോളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം എന്ന് പറയുന്നത്. അല്ലെ, അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് പഠിച്ചുകൊണ്ട കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണത്, ലൂക്കോസ് ഫിലിപ്പിയാണ്. അല്ലെ, ആരാണത്, ലൂക്കോസ് ഫിലിപ്പിയാണ്. ഓക്കെ, നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇച്ചിരി സെറ്റായിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്യാൻ വേണ്ടവർ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്തെടുക്കുക. പറഞ്ഞു 1923 എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് ആണല്ലോ. എന്ന് സെക്കൻഡ് ഇന്റർനാഷണൽ പോലീസ് കോൺഫറൻസ്, ഇന്റർനാഷണൽ പോലീസ് കോൺഫറൻസിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത്. ഓക്കെ, മൂന്നാമതായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയാണ്, ഇത് എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്, വിയന്നയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അല്ലെ, പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണത്, ഫ്രാൻസിലെ ലിയോണിലാണ്. അല്ലെ, ഫ്രാൻസിലെ ലിയോണിലാണ് എന്ത് ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടർ എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ആണല്ലോ. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണ്, PR എന്ന് വെച്ച പ്രസിഡന്റ് എന്നാണ് കേട്ടോ. തൊട്ട് മുമ്പ് പ്രസിഡന്റ് ആരാണത്, അഹമ്മദ് നസേ അൽ റീസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആദ്യം അറിയപ്പെട്ടത് പേരെന്താണ്,
ഇന്റർനാഷണൽ ക്രൈം പോലീസ് കമ്മീഷൻ എന്നുള്ളതായിരുന്നു അല്ലേ, കമ്മീഷൻ എന്നുള്ളതായിരുന്നു. ഇതോടെ ബന്ധപ്പെട്ട ഇന്റർപോളോട് സഹകരിച്ച് ഇന്ത്യ അല്ലേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം സംവിധാനത്തിന്റെ പേര് ഭാരത് പോൾ എന്നുള്ളതായിരുന്നു അല്ലേ. അല്ലേ എന്താണത്? ഭാരത് പോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഇന്റർപോളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എന്താണ് ഏജൻസി ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? CBI ആണ് അല്ലേ. CBI എന്നറിയപ്പെടുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നറിയപ്പെടുന്ന CBI ആണ് എന്നുള്ളതാണ്. ഇതോടെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇന്റർനാഷണൽ സംഘടന ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണിത്? ലൂക്കോസ് ഫിലിപ്പിയാണ്. അദ്ദേഹം ഏത് നാട്ടുകാരാണ്? ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ് അല്ലേ. ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലൂക്കോസ് ഫിലിപ്പി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയാലോ, രജത ജൂബിലി ആഘോഷിക്കുന്ന ദേശസാൽകൃത ബാങ്ക് ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ. രജത ജൂബിലി ആഘോഷിക്കുന്ന ദേശസാൽകൃത ബാങ്ക് ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ. ഏതാണത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണ് അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SBI എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് 95 അല്ലേ, 1955 ആകുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നത്. അതിന് മുമ്പ് എന്തായിട്ടായിരുന്നു അല്ലേ? 1921 ആ സമയങ്ങളിലൊക്കെ എന്തായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു അല്ലേ. അല്ലേ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഈ പറയുന്ന SBI എന്ന് പറയുന്നത്. പിൽക്കാലത്ത് എന്തായിട്ട് മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറുകയായിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആവുന്നതിന് മുമ്പ് അത് എന്തിൻ്റെയൊക്കെ സംരക്ഷണമായിരുന്നു? ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നതിൻ്റെ സംരക്ഷണമായിരുന്നു പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 55 ആകുമ്പോഴത്തേന് എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറുന്നു ആണല്ലോ. അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എന്താണ് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ആരായിരുന്നു? അത് ജോൺ മത്തായി ആയിരുന്നു അല്ലേ. ജോൺ മത്തായെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ കാലത്ത് അദ്ദേഹത്തെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടൊക്കെ ഇതിന് ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാലാണ് ചല്ല ശ്രീനിവാസുലു ഷെട്ടിയാണ്. ഷെട്ടിയാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം രജത ജൂബിലി ആഘോഷിക്കുന്ന ദേശസാൽകൃത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക അല്ലേ. ഏതാണത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണ്. അടുത്ത് നോക്കിയാലോ, തമിഴ്നാട് സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ സുപ്രിയ സാഹുവിനെ ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അല്ലേ. എന്താണ്? തമിഴ്നാട് സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സുപ്രിയ സാഹുവിനെ ഐക്യരാഷ്ട്രസഭയുടെ എന്തായിട്ട് തെരഞ്ഞെടുത്തു? ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആയിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ സുപ്രിയ സാഹുവിനെ അല്ലെ. പ്രധാനമായിട്ടും അവർ നടത്തിയിട്ടുണ്ടായിരുന്ന പരിശ്രമങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആരാണ് കൊടുത്തത്? UNEF ആണ് കൊടുത്തത് അല്ലേ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ ഫണ്ടായിട്ട് അറിയപ്പെടുന്ന UNEF ആണ് എന്ത് ചെയ്യുന്നത്? അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, തെറ്റല്ലേ? അടുത്ത് നോക്കിയാലോ. അടുത്ത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണത്? ഗൽവാൻ വാലിയിലാണ് അല്ലെ. എവിടെയാണത്? ഗൽവാൻ വാലിയിലാണ് എന്നുള്ളത്. ഗൽവാൻ വാലി എവിടെയാണത്? ലഡാക്കിലാണ് അല്ലേ. എവിടെയാണത്? ലഡാക്കിൽ ആണെന്നുള്ള നമ്മൾ പറഞ്ഞു. റസൂൽ ഗൽവാൻ എന്നറിയപ്പെടുന്ന അല്ലേ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നത്? ഗൽവാൻ വാലി. ഗൽവാൻ എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത്? ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏതുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ചൈനയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിർത്തി പങ്കിടുന്നത് എന്നുള്ളതാണല്ലേ. ചൈനയിൽ പ്രധാനമായിട്ടും LOAS ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് എന്ത് പറയുന്നത്? ഗൽവാൻ വാലി വന്നിട്ടുണ്ടായിരുന്നത്. 2021 ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധസ്മാരകം എവിടെ വരുന്നത്? ലഡാക്കിലെ ഗൽവാനിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കിയാലോ. FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ അർജന്റീനയെ 4-2 പരാജയപ്പെടുത്തി വെങ്കലം നേടി എന്നുള്ളതായിരുന്നു അല്ലേ. എന്താണ്? FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ എന്ത് ചെയ്തു? അർജന്റീനയെ 4-2 എന്ത് ചെയ്തു? പരാജയപ്പെടുത്തിക്കൊണ്ട് വെങ്കലം എന്ത് ചെയ്തു? നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് ജയിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? ജർമ്മനി ആയിരുന്നു അല്ലേ. ജർമ്മനി ജയിച്ചിട്ടുണ്ടായിരുന്നു. ആരെ തോൽപ്പിച്ചുകൊണ്ട്? സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് അല്ലേ. ജർമ്മനി സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത് ജർമ്മനി ജയിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം സ്ഥാനത്ത് വെങ്കലവുമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു? ജയിച്ചു എന്നുള്ളതാണ്. അതിന് ഹെഡ് കോച്ച് ആരായിരുന്നു? PR ശ്രീജേഷ് ആണെന്ന് പറയുന്നത് അതിന് ഹെഡ് കോച്ചായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വേദി ഏതായിരുന്നു ചോദിച്ചതാണത്? ചെന്നൈയാണ്
അപ്പം FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ അർജന്റീന എത്ര ഗോളിനാണ് തോൽപ്പിച്ചത്? 4-2 എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് എന്താണ്? വെങ്കലമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജയിച്ചിട്ടുണ്ടായിരുന്ന വിജയികൾ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ജർമ്മനി സ്പെയിനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹെഡ് കോച്ച് എന്ന് പറയുന്നത് PR ശ്രീജേഷാണ്. വേദി ചെന്നൈയുമാണ്. അല്ലേ? അടുത്ത് നോക്കിയാലോ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. അല്ലേ, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. എന്താണത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് പറയുന്ന PR രമേശ് ആയിരുന്നു. അല്ലേ, ആരാണത്? PR രമേശാണ്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയും കൂടിയാണ് ആര്? PR രമേശ് എന്ന് പറയുന്നത്. അല്ലെ, PR രമേശ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷണറൊക്കെ നിയമിക്കുന്ന ആരാണിത്? പ്രസിഡന്റാണ്. അല്ലെ, പ്രസിഡന്റാണ് അദ്ദേഹം നിയമിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമിതനായിട്ടുണ്ടായിരുന്ന ആരാണിത്? ഈ ഹരിനായറാണ്. അല്ലെ, പുള്ളിയെ നിയമിക്കുന്ന ആരാണത്? ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓപ്പൺ മാഗസിന്, ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം കൂടിയാണ് ആര്? പറയുന്ന PR രമേശ് എന്ന് പറയുന്നത്. അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് പുതുതായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണത്? PR രമേശ് ആണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയും കൂടിയാണ് ആര്? ഈ പറയുന്ന PR രമേശ് എന്ന് പറയുന്നത് ആണല്ലോ. അടുത്ത് നോക്കിയാലോ, പ്രഥമ സവർക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതായിരുന്നു. അല്ലേ, ഈ പറയുന്ന പ്രഥമ സവർക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. അല്ലേ, ആരാണത്? ശശി തരൂരാണ്. അല്ലേ, എന്താണത്? ശശി തരൂരാണ്. അപ്പോൾ പ്രഥമ സവർക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണത്? ശശി തരൂരായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഒക്കെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തു എന്നുള്ള മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അവാർഡ് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രഥമ സവർക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി ശശി തരൂരാണ്. അല്ലേ, അതേപോലെ തന്നെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലേ, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്ന ആരാണത്? അത് ഈ പറയുന്ന സവർക്കറാണ്. അല്ലെ, എന്താണ് ദാമോദർ സവർക്കർ എന്നറിയപ്പെടുന്നത് VD സവർക്കറാണ്. ആണല്ലോ. അല്ലേ, അപ്പം അതേപോലെ തന്നെ അഭിനവ് ഭാരത് സൊസൈറ്റി ചോദിച്ചിട്ടുള്ളതാണ്. BSc പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അല്ലെ, അഭിനവ് ഭാരത് സൊസൈറ്റി എന്നറിയപ്പെടുന്ന എന്താണ് സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത്? VD സവർക്കർ എന്ന് പറയുന്നത്. അല്ലേ, ഓക്കെ. അപ്പം പ്രഥമ സവർക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന ആരാണ്? ശശി തരൂരാണ്. ഈ അവാർഡ് നേടിയിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണത്? APJ അബ്ദുൽ കലാമാണ്. APJക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത് നോക്കിയാലോ, അടുത്ത എന്താണ്? ലോകത്താദ്യമായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുള്ള നിയമം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന അല്ലെ പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണെന്നുള്ളതായിരുന്നു. അല്ലെ, ലോകത്ത് ആദ്യമായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഓസ്ട്രേലിയ ആണ്. അല്ലെ, ഏതാണത്? ഓസ്ട്രേലിയ ആണ്. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ഓസ്ട്രേലിയ എന്ത് ചെയ്തിരുന്നു? ഇത്തരത്തിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്തു? വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾക്കെതിരെ കുട്ടികൾക്കെതിരെയല്ല കേസ് പോകുന്നത്. പകരം ഒരു പിഴ ആര് ചുമത്തേണ്ടതായിട്ട് വരും? ആ എന്താണ് മീഡിയ പ്ലാറ്റ്ഫോം, അതിപ്പോൾ ട്വിറ്റർ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, മറ്റേത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം? ആ ഒരു തുക എന്ത് ചെയ്യണം? അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർ എന്ത് ചെയ്യും? ഇത് അവരുടെ പ്രായം എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് തെളിയിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വിലക്കിട്ടുണ്ടായിരുന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന രാജ്യം ഓസ്ട്രേലിയ ആണ്. സമാനമായിട്ടുള്ള കുറേ നിയമങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല, എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലേ, അടുത്ത് നോക്കിയാലോ, നവരത്ന പദവി ലഭിക്കുന്ന 27ാമത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയ കമ്പനി ഏതാണെന്നുള്ളതാണ്. അല്ലേ, നവരത്ന പദവി ലഭിക്കുന്ന 27ാമത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി മാറിയ കമ്പനി ഏതാണെന്നുള്ളതാണ്. അല്ലെ, എന്താണത്? നുമിലിഘട്ട റിഫൈനറി എന്നറിയപ്പെടുന്ന റിഫൈനറിയാണ്. അല്ലെ, എന്താണത്? നുമിലിഘട്ട റിഫൈനറി എന്നറിയപ്പെടുന്ന റിഫൈനറിയാണ്. ഇപ്പൊ നുമിലിഘട്ട റിഫൈനറിക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതാണ്? നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയിട്ടുള്ള കമ്പനിയാണ്. അല്ലെ, നവരത്ന പദവി ലഭിക്കുന്ന 27ാമത് എന്താണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണത്? നുമിലിഘട്ട റിഫൈനറി എന്നറിയപ്പെടുന്ന റിഫൈനറി, നുമിലിഘട്ട റിഫൈനറി ആണല്ലോ. ഇപ്പം ഇനി എന്താണ് ഈ പറയുന്ന നവരത്ന പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതൊരു പദവിയാണ്. ഈ പദവി വഴിയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും
ആണല്ലോ. അതേപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വമേധയാ 1000 കോടിക്ക് അടുപ്പിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും സ്വന്തമായിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കാനും കമ്പനിയുടെ എന്താണ് നല്ല നടപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് മറ്റു കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്ന പ്രത്യേക ഒരു പവർ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഈ പറയുന്ന നവരത്ന പദവി ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ സ്ഥാപനത്തിന് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നവരത്ന പദവി ലഭിക്കുന്ന 27ാമത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി മാറിയ കമ്പനി ഏതാണത്? നുംലിഗഡ് റിഫൈനറിയാണ് അല്ലേ എന്നാണത്, നുംലിഗഡ് റിഫൈനറിയാണ്. പറഞ്ഞു നോക്കിയാലോ, ഹരിമൗ ശക്തി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്നുള്ളതാണ് അല്ലേ. അതാണ് ഹരിമൗ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്നുള്ളതാണ് അല്ലേ. ഏതാണത്? ഇന്ത്യയും മലേഷ്യയും തമ്മിലാണ് അല്ലേ. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണെന്ന് പറയുന്നത് ഹരിമൗ ശക്തി എന്ന് പറയുന്നത് ആണല്ലോ. ഇതാണത് ഹരിമൗ ശക്തി എന്ന് പറയുന്നത്. ഇതിന്റെ എത്രാമത്തെ എഡിഷനാണ്? 5ാമത്തെ എഡിഷനാണ് അല്ലേ. 5ാമത്തെ എഡിഷനാണ് എന്ത് ചെയ്യുന്നത്, രാജസ്ഥാനിൽ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഹരിജൻ ഫീൽഡിൽ, രാജസ്ഥാൻ ഹരിജൻ ഫീൽഡിൽ എന്ത് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഹരിമൗ ശക്തി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണുള്ള എക്സസൈസ് ആണ്? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള എക്സസൈസിനെ വിളിച്ച പേരാണെന്ന് പറയുന്നത്, സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് പറയുന്നത് ഹരിമൗ ശക്തി എന്ന് പറയുന്നത് ആണല്ലോ. ഇതിന്റെ വേദിയായിട്ടുണ്ടായിരുന്ന രാജസ്ഥാനാണ്. ഇതിന്റെ 5ാമത്തെ എഡിഷനാണ് അദ്ദേഹം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. അടുത്ത് നോക്കിയാലോ, അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം ഏതാണെന്നുള്ളതാണ് അല്ലേ. അന്താരാഷ്ട്ര നാണയനിധി ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സംവിധാനം ഏതാണ് എന്നുള്ളതായിരുന്നു അല്ലേ. ഏതാണത്? യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫറൻസ് അറിയപ്പെടുന്നു അല്ലേ. യുണൈറ്റഡ് അല്ലെ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്ന UPI ആണ് അല്ലെ. തൊട്ട് പിന്നിലായിട്ട് ആരുണ്ട്? ബ്രസീലുണ്ട് അല്ലേ. തൊട്ട് പിന്നിലായിട്ട് ബ്രസീൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ. ഇപ്പൊ എന്ത് പഠിക്കേണ്ട എന്താണ്? അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സംവിധാനം ഏതാണെന്ന് ചോദിച്ചതാണ്. അത് UPI ആണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്നത് അല്ലെ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്നത് UPI ആണ്. ഇത് 2016 തന്നെയാണ് എന്ത് വരുന്നത്, പറഞ്ഞ UPI സംവിധാനം എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. 2016 2017 ആ സമയത്തിലാണ് എന്ത് വരുന്നത്, UPI എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. UPIയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം പേ അല്ലേ, അതേപോലെ തന്നെ PayTM ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ നമ്മൾ പേയ്മെന്റ് ഒക്കെ നടത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എത്താൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സംവിധാനം അത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്നത് UPI ആണ് അല്ലെ. തൊട്ട് പിന്നിലായിട്ട് ബ്രസീൽ കാണാൻ വേണ്ടി സാധിക്കും. 2016 കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, UPI എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. അടുത്ത് നോക്കിയാലോ, ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലേ. എന്താണ് ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലേ. ആരാണത്? ലുവാന ലോപ്സ് ലാറയാണ് അല്ലേ. ലുവാന ലോപ്സ് ലാറയാണ്. അപ്പോൾ ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലേ. ആരാണത്? പറഞ്ഞ ലുവാന ലോപ്സ് ലാറയാണ് ആണല്ലോ. ലുവാന ലോപ്സ് ലാറയാണ്. ലുവാന ലോപ്സ് ലാറ ബ്രസീലുകാരിയാണ്, ബ്രസീലിയനാണ് അല്ലേ. അപ്പോൾ ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായിട്ട് മാറിയത് ലുവാന ലോപ്സ് ലാറ ബ്രസീലിയനാണ്. അടുത്ത് നോക്കിയാലോ, 10 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്തിയ ബീഹാർ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ് അല്ലെ. 10 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്തിയ ബീഹാർ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ് അല്ലെ. ആരാണിത്? നിതീഷ് കുമാറാണ് അല്ലേ. ആരാണത്? നിതീഷ് കുമാറാണ്. അപ്പോൾ 10 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാറാണ്. ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പിലും ബീഹാറിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത്, നിതീഷ് കുമാർ എന്ന് പറയുന്നത് അല്ലേ. നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പം 10 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ
റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്തിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ് എന്നുള്ളതാണ് അല്ലേ, നിതീഷ് കുമാർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID, കാറ്റ് എന്നീ പറയുന്ന എക്സാമിനേഷൻസ് ഒക്കെ എന്താണ് ഈ വരാൻ പോവുകയാണ്. കാരണം നോട്ടിഫിക്കേഷനൊക്കെ ഏറെക്കുറെ എല്ലാത്തിൻ്റെ എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്താണ്, ഇനി എക്സാമിനേഷനൊക്കെ വരാൻ പോവുകയാണ് ആണല്ലോ. അപ്പം നല്ല തറവായിട്ടിരുന്ന് പഠിച്ച് അതിന് നല്ല പ്ലാനോട് കൂടി, സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ അല്ലേ, അത്യാവശ്യം നല്ല സയൻറ്റിഫിക് ആയിട്ടൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആണല്ലോ. അപ്പം നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റ കോഴ്സിലേക്ക് എന്ത് പറ്റും 6 പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, SPCID, എക്സൈസ് ഇൻസ്പെക്ടർ, കാറ്റ് പോലെ എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓരോ കോഴ്സ് എടുത്ത് ഒറ്റ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന 6 പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലേ, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൽകി വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതാണ്. ഈ പറഞ്ഞ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തൊട്ട് താഴെ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 8995467246 നമ്പറിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ആപ്പ് പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം, അവിടെ കയറിയ ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, അവിടെ ഡൗട്ടും മറ്റു കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണെന്നുള്ളതാണ്. ഓക്കെ, തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല ദിവസം ആശംസിക്കുകയാണ്. വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഡെയിലി പോകുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ എന്താണ് ഒരു ചുരുക്കമാണ്. അപ്പോൾ ഒക്കെ എന്ത് ചെയ്യാം, കുറേ കണക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മറക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ എന്ത് ചെയ്യുക ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.